ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മുട്ടയുടെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് പല ഷേപ്പുകളിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുമ്പ് പപ്സ് ഫോള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എടുത്തിട്ടുള്ള അതേ ഫില്ലിങ്സ് തന്നെയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ആ ഒരു പപ്സ് ഫോള ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 4 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 4 ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ഉള്ളിയൊക്കെ എടുത്താലും മതി. പിന്നെ സവാള ഏകദേശം ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഇവ 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലേക്ക് പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോവരുത്. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇവ ഓരോന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നും ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയുടെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല 1.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു കഷ്ണം മുട്ടയും കൂടെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ പൊതിഞ്ഞെടുക്കാം. പിന്നെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ട ഭാഗത്ത് വിരലിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോന്നും കുറച്ച് മൈദ തൂകിയിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ താഴെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ മൈദയുടെ പത്തിരി കുറച്ച് ലെയറായിട്ട് കുറച്ച് കട്ടിക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പത്തിരിയുടെ ഉൾഭാഗം വെന്ത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭാഗവും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മുട്ടയുടെ കൂട്ടിന് പകരം ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ കൂട്ട് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ പല ഷേപ്പിലായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.